ആശാനെ നീ പോടെ ആശാനെ പോടാ. കുരിശി സെക്സ് ചെയ്യുമ്പോൾ രണ്ടും കൊണ്ട് ഇടാൻ പാടില്ലെന്ന് എല്ലാരും പഠിച്ചു. ഫ്രിക്ഷൻ കാരണം പൊട്ടി പോകുന്നു. നമ്മൾ അന്നത്തെ ഇതിനകത്തല്ലേ പറഞ്ഞത്. തനിക്ക് രാവിലെ ഈ നാറിയ കഥകളല്ലാതെ നല്ല വർത്താനം ഒന്നും പറയാനില്ലേ? ഞാൻ സബ്സ്ക്രിപ്ഷൻ അവർ എടുത്തിട്ടില്ല. കാരണം എന്താ എന്റെ പൈസ ഇല്ല. പൈസ ഉള്ളവരും ലൈംഗികത ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവരുമാണ് അവരതിൽ. എന്റെ മുതലാളി അറിയുന്ന വാർത്തകൾ പൊടിപ്പും തൊങ്ങലും ചെയ്ത് നല്ല വെടിപ്പായിട്ട് 4 ആളോട് പറയുന്നോണ്ട് തെറ്റില്ല. പിന്നെ നമ്മുടെ നാട് നാറി കിടക്കുമ്പോൾ നാറിയ വാർത്തയല്ലേ ഉണ്ടാവുള്ളൂ. അതുവഴി അവർ പൈസ ഉണ്ടാക്കുന്നു. ആർക്കാണ് കുഴപ്പം? അപ്പൊ ട്രോൾ ചെയ്താലും പ്രശ്നമില്ല, അവര് പൈസ ഉണ്ടാക്കിക്കോട്ടെ. അതല്ല ഉദ്ദേശം. അപ്പൊ അവര് ബോഡി കാണിച്ച് കാശ് ഉണ്ടാക്കിണ്ട്. ബോഡി കാണിച്ചപ്പോ എന്തോ കുഴപ്പം? ബെസ്റ്റ് അല്ല, അത് പ്രശ്നമില്ല. പക്ഷെ അവര് ബോഡി ഷെയിം ചെയ്യാനോ അല്ലെങ്കിൽ പാടില്ല പാടില്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു ഫെമിൻ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോൾ ഇത് പല കുട്ടികൾക്ക് എടുക്കുന്നത് വേറെ രീതിയിലാവാം. എന്ത് രീതിയില്? ഓക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിയിരുന്ന് ഞരങ്ങുവാ. ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പ്രശ്നമില്ല. ഒരു നോർമൽ എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? സെക്സ് ചെയ്ത പ്രശ്നമില്ല. സെക്സ് ഫ്രീ സേഫ് ആയിട്ട് ചെയ്യണം. അതാണ് പ്രശ്നം. 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ബാധിക്കോ? 5ാം ക്ലാസ്സിലുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ നോക്കേണ്ടത് ആരാ? അതാണ് ഞാൻ പറയുന്നത്. എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഈ കാമവാഹിനി അവരിവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഞാൻ ചോദിച്ചു സ്ത്രീകൾ എന്താ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത് ഒന്നും അറിഞ്ഞൂടാത്തോ. അതാണ് സ്ത്രീകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്. അല്ല, പുള്ളി പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. അങ്ങനത്തെ ഒക്കെ കുറെ പരിപാടികളുണ്ട്. അത് ചില പുരുഷന്മാർക്ക് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമല്ല. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്റെ വൈഫിനെ ഇങ്ങനെ ഹാപ്പി ആക്കണം എന്നുള്ളത്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അടുത്ത 2 മാസം കഴിയുമ്പോൾ ട്രിവാൻഡ്രം വരുന്നുണ്ട്, ഞാൻ കാണാമെന്ന്. നീ വിളിക്കുന്നു, അവൾ വരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി നല്ലൊരു ഹോട്ടൽ റൂമിൽ മുറിയെടുക്കുന്നു. അവളോട് കടം ചോദിക്കാനാ? കടം ചോദിക്കാൻ ആരെങ്കിലും ഹോട്ടൽ റൂമിൽ മുറിയെടുക്കോ?